സല്യൂട്ട് ഭാരത്. സർ, ഒരു തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കേട്ട ചില രാഷ്ട്രീയ കൂട്ടുകെട്ടുകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം സർ. അതായത് വോട്ട് കിട്ടുന്നതിന് SDPIയെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല, ഐത്തത്തിൻ്റെ ആവശ്യമില്ല. CPM എന്ന് പറയുന്ന പാർട്ടി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഒരു തീരുമാനം, അതായത് തിരുവനന്തപുരത്ത് നിയമമണ്ഡലത്തിൽ SDPIയുടെ വോട്ട് കിട്ടിയാൽ അത് വോട്ട് കിട്ടിയാൽ നാം വാങ്ങും എന്ന് അവിടുത്തെ സ്ഥാനാർത്ഥിയും വിദ്യാഭ്യാസ മന്ത്രിയുമായ ശിവൻകുട്ടി പറയുന്നു. സർ, തരാതരം ഇങ്ങനെ ഇത്തരത്തിൽ അടവുകൾ മാറ്റി വർഗീയ കക്ഷികളെ കൂട്ടുപിടിക്കുന്ന CPMന്റെ ഈ തന്ത്രത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? അതൊരു കഴിഞ്ഞ ഒരു വിഷയമാണോ എന്ന് ചോദിച്ചാൽ കാലാകാലങ്ങളിൽ ഇവർ കാട്ടുന്നത് ഇങ്ങനെയാണ്. ഒന്ന് പറയാമോ സർ? ഇത് കഴിഞ്ഞുപോയ ഒരു വിഷയമല്ല. തമിഴ്നാട്ടിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഒരു മുന്നണിയുണ്ട്. ആ മുന്നണിയുടെ പേര് സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് എന്നാണ്. DMK ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അതില് ഏതാണ്ട് 2 ഡസനോളം ഘടക കക്ഷികൾ ഉണ്ട്. ആ ഘടക കക്ഷികളിൽ ഈ SPA എന്ന് പറയുന്ന സെക്യുലർ പ്രോഗ്രസീവ് അലയൻസിലെ ഘടക കക്ഷികളിൽ ഒരു ഘടക കക്ഷിയാണ് കോൺഗ്രസ്, മറ്റൊരു ഘടക കക്ഷിയാണ് CPIM, മറ്റൊരു ഘടക കക്ഷിയാണ് SDPI. SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് നെല്ലൈ മുബാറക് മത്സരിക്കുന്നത് പാളയം കോട്ടൈ എന്ന് പറയുന്ന മണ്ഡലത്തിലാണ്. ആ പാളയം കോട്ടൈ മണ്ഡലത്തിൽ മത്സരിക്കുന്ന SDPIയുടെ തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് നെല്ലൈ മുബാറക്കിന് വേണ്ടി കോൺഗ്രസിന്റെയും CPMന്റെയും നേതാക്കൾ എല്ലാവരും രംഗത്തെത്തി വലിയ പ്രചരണ പരിപാടികളാണ് നടത്തുന്നത്. നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും. കോൺഗ്രസിന്റെ കൊടി, SDPIയുടെ കൊടി, CPMന്റെ കൊടി എല്ലാം ഒന്നിച്ച് ഒരേ കൊടിമരത്തിൽ കെട്ടിയിരിക്കുന്നു. എല്ലാ വാഹനങ്ങളിലും കൊടികൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. എല്ലാ വേദികളിലും കോൺഗ്രസിന്റെയും CPMന്റെയും SDPIയുടെയും നേതാക്കന്മാർ സംസാരിക്കുന്നു. ഒരൊറ്റ മുന്നണിയാണ്. അപ്പോൾ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇതാണ് ചിത്രം. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ വരുമ്പോൾ ഞങ്ങൾ നിങ്ങൾ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ഒരേ മുന്നണിയിലെ ഘടകകക്ഷികളായി നിന്നുകൊണ്ട് ഇവർ തമിഴ്നാട്ടിലടക്കം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുമിച്ച് മത്സരിക്കുക, ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ കേരളത്തിന്റെ ഉള്ളിൽ വരുമ്പോൾ മാത്രം ഈ ഇസ്ലാമിക ഭീകര കക്ഷികളെ 2 മുന്നണിയും വേദിച്ചെടുക്കുകയാണ്. ഇവിടെ LDF, UDF എന്നുള്ളതൊക്കെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ വരുമ്പോൾ ഇസ്ലാമിക ഭീകര ശക്തികളായിട്ടുള്ള SDPI, അതുപോലെ തന്നെ PDP, ജമാഅത്തെ ഇസ്ലാമി, PFI, ഇങ്ങനെയുള്ള നിരവധി സംഘടനകളുണ്ട്, INL, മുസ്ലിം ലീഗ് അടക്കം. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ ഈ ഇസ്ലാമിക ശക്തികളെ വീതിച്ചെടുക്കും. ഒരു 3-4 LDFിലായിരിക്കും, ഒരു 3-4 UDFിലായിരിക്കും. പക്ഷെ കേരളത്തിന് പുറത്ത് ചെന്നാൽ ഇവരെല്ലാം കൂടെ ഒറ്റ മുന്നണിയാണ്. ഞാൻ ഈ തമിഴ്നാട്ടിലെ ഉദാഹരണം വ്യക്തമായി പറഞ്ഞത്, ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ ഗൂഗിളിലോ യൂട്യൂബിലോ നോക്കിയാൽ കൃത്യമായി ഇതിന്റെ ഫുൾ എവിഡൻസ് കിട്ടും. എല്ലാവർക്കും അത് നേരിട്ട് കാണാം, കേൾക്കാം. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു മുന്നണി കേരളത്തിന്റെ ഉള്ളിൽ വരുമ്പോൾ 2ആയി തിരിഞ്ഞ് ഞങ്ങൾ നിങ്ങൾ എന്ന് വിളിക്കുന്നതിന്റെ പൊള്ളത്തരം കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ സാർ, ഇതിനകത്ത് ഞങ്ങൾ നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ ഇവിടെ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് ഈ സമയത്ത് തന്നെ നമ്മൾ SDPI എന്ന് പറയുന്ന പാർട്ടിയെ ഇവർ കൂടെ കൂട്ടി എന്ന് പറയുന്ന വിഷയം നിൽക്കുമ്പോൾ, മറിച്ച് മറുവശത്ത് ഐക്യജനാധിപത്യ മുന്നണി അടങ്ങുന്ന കോൺഗ്രസ് ജമാഅത്തി എന്ന മറ്റൊരു വർഗീയ കക്ഷിയെ കൂടെ കൂട്ടിയപ്പോൾ ഇവർക്ക് ആകെ ഒരു വല്ലാത്ത വെറി പിടിച്ച് അതിനെ എതിർത്ത് ഇനി അങ്ങോട്ട് ഭരണം കിട്ടിയാൽ ജമാഅത്തായിരിക്കും ഇവിടെ ആഭ്യന്തരം ഭരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ ഈ CPM എന്ന് പറയുന്ന പാർട്ടിയിലെ സംസ്ഥാന ഘടകത്തിലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ വോട്ട് കിട്ടുന്നതിന് വേണ്ടി അപ്പോൾ കേവലം ഒരു 1000 വോട്ടോ മറ്റോ ഒക്കെ ആയിരിക്കും ഇവർക്ക് ഉണ്ടാകുക ബൂത്തുകളിൽ, ഓരോ ബൂത്തിൽ അല്ലെങ്കിൽ ഓരോ നിയോജക മണ്ഡലത്തിൽ ഒരു 1000-ന് താഴെ ഉണ്ടാവുള്ളൂ.
അപ്പോൾ അവർക്ക് കിട്ടാതെ വരുമ്പോൾ മോശവും മറ്റുള്ളവർക്ക് കിട്ടാതെ വരുമ്പോൾ അത് മോശക്കാരും, കിട്ടിക്കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതി. രണ്ട്, എറണാകുളം ജില്ലയിൽ സാറിനറിയാം, അഭിമന്യു എന്ന് പറയുന്ന ഒരു SFI യുടെ നേതാവായ ഒരു കുഞ്ഞ് കുട്ടിയെ, അതായത് ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇവർ 10 കൊല്ലം ഭരിച്ചിട്ടും ആ പറയുന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് 1-ാം പ്രതിയെ ഇതുവരെ പിടിക്കാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് കേരളം ഭരിച്ചത്. എന്നിട്ട് ഇപ്പോൾ ചങ്ങാത്തത്തിലേക്ക് പോയി വോട്ട് നേടിയിരിക്കുന്നു. അപ്പോൾ അധികാരം, പാർലമെന്ററി വ്യാമോഹം അത് മാത്രം കാട്ടിക്കൊണ്ട് അവരുടെ അണികളെ വരെ അവർ തെറ്റിദ്ധരിപ്പിച്ച് പറ്റിക്കുകയല്ല സർ? തീർച്ചയായിട്ടും അതെ. കാരണം കേരളത്തിലെ അന്തരീക്ഷത്തിൽ, രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ സംഘടിത വോട്ട് ബാങ്ക് ആരുടെ കയ്യിലുണ്ടോ അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ്. അവർക്കെതിരെ നിയമ നടപടികളില്ല, അവരെ ആരും മാറ്റി നിർത്തുന്നില്ല, അവർക്ക് അങ്ങേയറ്റത്തെ മാന്യത നൽകുകയാണ്. അതായത് ഇസ്ലാമിക വോട്ട് ബാങ്ക് അത് മുസ്ലിം ലീഗിന്റെ ആണെങ്കിലും PDPയുടെ ആണെങ്കിലും INLന്റെ ആണെങ്കിലും SDPIയുടെ ആണെങ്കിലും PFIയുടെ ആണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടേതാണെങ്കിലും ഇനി ഫ്രീഡം പാർട്ടിയുടേതാണെങ്കിലും വെൽഫെയർ പാർട്ടിയുടേതാണെങ്കിലും എല്ലാം ഭീകര ഗ്രൂപ്പുകൾ തന്നെയാണ്. ഈ ഭീകര ഗ്രൂപ്പുകളെ ഏറ്റവും കൂടുതൽ തങ്ങളുടെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് കേരളത്തിലെ LDFും UDFും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഉറപ്പുള്ള ഒരു വോട്ട് ബാങ്ക് ഇല്ല. മറുവശത്ത് നോക്കിയാൽ ക്രൈസ്തവരെ സംബന്ധിച്ച് കേരളത്തിൽ പ്രബലമായ 13 സഭകളാണ് രംഗത്തുള്ളത്. ഈ 13 സഭകളെയും ഒന്നിച്ച് ഒരു മുന്നണിയിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ഹിന്ദുക്കളാണെങ്കിൽ 316 ജാതി സംഘടനകളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഈ 316 ജാതി സംഘടനകളെയും കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇനി കൊണ്ടുവന്നാലും കാര്യമില്ല, ഇതിനകത്തൊക്കെ ഓരോ ജാതിക്കും 4-5 ജാതി സംഘടനകൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏറ്റവും എളുപ്പം സംഘടിത വോട്ട് കൃത്യമായി കിട്ടും, പറഞ്ഞ പോലെ 100% വോട്ട് ചെയ്യും എന്നുറപ്പുള്ള ഇസ്ലാമിക ശക്തികളെ കൂടെ നിർത്തുക. ആ ഇസ്ലാമിക ശക്തികളെ ഡിമാൻഡ് ചെയ്യുന്ന ഭീകരവാദ ഡിമാൻഡുകൾ നേരത്തെ തന്നെ അംഗീകരിച്ചു കൊടുക്കുക. ഇതാണ് ഈ 2 മുന്നണികളും കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യ കാലം മുതൽ തുടങ്ങിയത് EMS ആണ്. ആദ്യത്തെ മന്ത്രിസഭ EMS മന്ത്രിസഭ വന്നപ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി മലപ്പുറം ജില്ല കൊടുത്തു. പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം ക്രിസ്ത്യാനികളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇടുക്കി ജില്ല കൊടുത്തു. ഇതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന സത്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആനുകൂല്യങ്ങൾ കൊടുക്കുകയും സ്ഥാനാർത്ഥികളെ നിർണയിക്കുകയും മന്ത്രിമാരെ നിശ്ചയിക്കുകയും വകുപ്പുകൾ വിതരണം ചെയ്യുകയും ഇതെല്ലാം ജാതി അടിസ്ഥാനത്തിലും മത അടിസ്ഥാനത്തിലും മാത്രം നടക്കുന്ന സാഹചര്യത്തിൽ ഇവരൊക്കെയാണ് വിശുദ്ധ പശുക്കൾ. അതായത് ഈ തീവ്രവാദ സംഘടനകളാണ് വിശുദ്ധർ. അവരുടെ തീരുമാനമാണ് LDFും UDFും, അതായത് കോൺഗ്രസും CPMും നടപ്പാക്കാൻ നിർബന്ധിതമാവുന്നത്. അവർക്ക് നിർവാഹമില്ല. കാരണം അവർ ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദ ശക്തികളുടെ പിടിയിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ കെണിയിൽ വീണ് കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർക്ക് വേണ്ടി ശബ്ദിക്കല്ലാതെ രക്ഷയില്ല. നമുക്കറിയാം, KPCCയുടെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ VD സതീശൻ, അദ്ദേഹം പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിക്ക് യാതൊരു കുഴപ്പമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവും പറയാത്ത കാര്യമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് വർഗീയതയില്ല. അവർ പറഞ്ഞു ഞങ്ങൾക്ക് വർഗീയതയുണ്ട്, ഞങ്ങൾ ഇസ്ലാമിന് വേണ്ടിയാണ് നിൽക്കുന്നത്. VD സതീശൻ എന്ന് വണ്ടത്തരായി പറയുന്നത് ഞങ്ങൾക്ക് വർഗീയത ഉണ്ടെന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുമ്പോൾ നിങ്ങൾക്ക് വർഗീയത ഇല്ല എന്ന് പറഞ്ഞ് അവരെ കൂടെ കൂട്ടുകയാണ്. അതുപോലെ ഇവിടെ മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ പാർട്ടിയാണെന്ന് പറയുന്ന പാർട്ടിയാണല്ലോ മുസ്ലിം ലീഗ്. അതിന്റെ ഷാജി എന്താ പറഞ്ഞത്? മതമാണ് 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 സർവം എന്ന് മാത്രമല്ല, രണ്ടാമത്തെ പ്രസംഗത്തിൽ അദ്ദേഹം കുറച്ചുകൂടി കടുപ്പം കൂട്ടി പറഞ്ഞു. കഴിഞ്ഞ 10 കൊല്ലക്കാലം നമുക്ക് ലഭിക്കാതെ പോയ എല്ലാ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും പിടിച്ചു വാങ്ങാനാണ് ഇത്തവണ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടിക്ക് പേര് മുസ്ലിം ലീഗാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം അദ്ദേഹം തന്നെ പറയാണ്, ഞങ്ങളുടെ പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗാണ്, നിങ്ങൾ വ്യക്തമായി കേട്ടോളൂ, ഞങ്ങൾക്ക് ഡെമോക്രാറ്റിക് എന്നോ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എന്നോ വാലൊന്നുമില്ല. ഉള്ളത് പച്ചയ്ക്ക് പറയും, മുസ്ലിം ലീഗ്, അത്രയേ ഉള്ളൂ. ഡെമോക്രസി ഇല്ല, സോഷ്യലിസവും ഇല്ല, ഒന്നുമില്ല. ഇത്ര പച്ചയ്ക്ക് പറയാനുള്ള ധൈര്യം കൊടുത്തതാരാണ്? ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുമാണ്. പണ്ടൊക്കെ പറയുമായിരുന്നു മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ടാണ് കേരളം ശാന്തമായിരിക്കുന്നത്, മുസ്ലിം ലീഗ് വളരെ സമാധാനകാംക്ഷികളാണ്. പക്ഷേ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന തള്ളക്കോഴി ഇട്ട മുട്ട, ആ തള്ളക്കോഴി തന്നെ അടയിരുന്ന് വിരിയിച്ചതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏതാണ്ട് ഒരു 3/4 ഡസനോളം വരുന്ന ഭീകരവാദ പ്രസ്ഥാനങ്ങൾ. ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങളെ മുഴുവൻ തന്റെ ചിറകിന്റെ കീഴിൽ വളർത്തിക്കൊണ്ടുവന്ന സംഘടനയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന
പാകിസ്ഥാൻ സൃഷ്ടിച്ച അതേ സംവിധാനം. അപ്പോൾ ആ പാകിസ്ഥാനാണ് സത്യത്തിൽ ഇന്ന് ഇടതുപക്ഷത്തെയും അല്ലെങ്കിൽ വലതുപക്ഷത്തെയും ഒരുപോലെ ഭരിക്കുന്നത്. കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെയും പാകിസ്ഥാന്റെ തലച്ചോറാണ് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ സാർ, നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ ആ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് സാർ. SDPIയുമായിട്ട് ഇവരിപ്പോൾ ഈ ഒരു ചങ്ങാത്തം സ്വീകരിച്ചാലും ഇല്ലെങ്കിലും മൗനമായ ഒരു 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 ടൈപ്പ്, ഇവർ തമ്മിൽ ഒരു ഒരു അന്തർധാര എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത്തരത്തിലൊരു അന്തർധാര ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കില്ലേ ഈ മഹാരാജാസ് കോളേജിലെ അവരെ SDPI എന്ന് പറയുന്ന മത തീവ്രവാദ സംഘടന തന്നെ അവരുടെ കൊലക്കത്തിക്ക് ഇരയാക്കിയ ഒരു പാവം കുട്ടിയുടെ ആ മരണത്തിലെ 1-ാം പ്രതിയെ ഇതുവരെയും ഇവർ പിടിക്കാത്തത്? 10 വർഷം ആഭ്യന്തര വകുപ്പ് കൈയാളിയത് ഈ പറയുന്ന CPM അല്ലേ സർ? പിന്നെ ഇവർക്ക് എന്ത് യോഗ്യതയാണ് സാർ ഈ കേരള സമൂഹത്തോട് മറ്റ് മതസൗഹാർദ്ദത്തെക്കുറിച്ചും തീവ്രവാദത്തെക്കുറിച്ചും പറയാൻ എന്നുകൂടി നമുക്ക് ചോദിക്കേണ്ടി വരില്ലേ സാർ? അതൊന്ന് ഒന്ന് 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 സാർ വിലയിരുത്തണം. അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. കാര്യം ഇവരുടെ ഇരട്ടത്താപ്പ് ജനം തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും അതെ. കാരണം അഭിമന്യുവിന്റെ കൊലപാതകം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് കൊലപാതകമല്ല, കോൺഗ്രസ് കൊലപാതകമല്ല, ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയ കൊലപാതകമാണ്. അതിന്റെ പ്രതികൾ ആരാണെന്നും അത് ഏത് കക്ഷിയാണ് അവരെ പിന്തുണയ്ക്കുന്നതെന്നും ഏത് സംഘടനകളാണ് അതിന്റെ പിന്നിലുള്ളതെന്നും CPM-നും അറിയാം, കോൺഗ്രസിനും അറിയാം. പക്ഷെ അവരെ പിടിക്കാൻ പറ്റില്ല. അവരെ പിടിച്ചാൽ, അറസ്റ്റ് ചെയ്താൽ LDF-ന് ഭരണം നഷ്ടപ്പെടും, UDF-ന് ഭരണം നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ രണ്ടു കൂട്ടരും ഒന്നിച്ച് സംരക്ഷിക്കുകയാണ്. അഭിമന്യുവിന്റെ കൊലപാതകികളെ രംഗത്ത് കൊണ്ടുവരാൻ കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും CPM അധികാരത്തിൽ വന്നാലും സാധിക്കുകയില്ല. കാരണം ഇവർ രണ്ട് കക്ഷികളും രണ്ട് മുന്നണികളും കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അടിമകളാണ്. കേരളത്തിലെ ഒരു BJP ഭരണം വരുമ്പോൾ മാത്രമേ അഭിമന്യുവിന്റെ കൊലയാളികളെ നമുക്ക് കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഈ തരത്തിലുള്ള ഇരട്ടത്താപ്പിന്റെ ആശാന്മാരെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് നാടൻ ഭാഷയിൽ പറയാം. ഇത്തരത്തിൽ മൂടിവെക്കപ്പെട്ട നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങളോ അല്ലെങ്കിൽ ഇവരുടെ നീക്കുപോക്കുകളുടെയോ ഉള്ളറകൾ, ആ ഒരു രഹസ്യം നമുക്ക് മറനീക്കി. ഏതായാലും കാലത്തിന്റെ അനിവാര്യത എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അല്ലേ സാർ? അപ്പോൾ നമുക്ക് കാത്തിരിക്കാം നമുക്ക് കാത്തിരിക്കാം അത്തരത്തിൽ ആ ഒരു നല്ല നാളേക്കായി. നന്ദി.